കേരളത്തിലെ മുഴുവൻ ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടുന്ന തരത്തിൽ ഒരു ഫോട്ടോഗ്രാഫി ഏജൻസി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായി. നമ്മൾ ഫോട്ടോഗ്രാഫർമാർ പലപ്പോഴും ഒരു ട്രെൻഡിന് പുറകെ പോകാറുണ്ട്. അത് ശാശ്വതമായിട്ട് നിലനിൽക്കാറുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് നമ്മൾ ഫോട്ടോഗ്രാഫർമാരുടെ ഭാവി എന്തായിരിക്കും? പലപ്പോഴും നമ്മൾ ഫോട്ടോഗ്രാഫർമാർ സമയമായില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇനിയും വരട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എനിക്കിതൊന്നും എത്തിപ്പെടാൻ പറ്റില്ല, എനിക്കിതിനൊന്നും കീഴടക്കാൻ വേണ്ടി പറ്റില്ല എന്ന് സ്വയം മനസ്സിലാക്കി പിൻവാങ്ങിപ്പോയ ഒരു കൂട്ടം ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഒറ്റയ്ക്ക് നിന്ന് എത്ര കാലമാണ് പൊരുതുക എന്ന് കരുതി തൻ്റെ കയ്യിലുള്ള എല്ലാ അസ്ത്രങ്ങളും അവനാടിയിൽ തന്നെ വെച്ച് നിൽക്കുന്ന ചില ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. പ്രിയമുള്ള ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏകദേശം ഒരു 15,000-20,000 ഫോട്ടോഗ്രാഫർമാരുണ്ട്. നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തു, നമ്മുടെ ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നലിലാണ് നമ്മളിപ്പോഴുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഒരു നല്ലൊരു ഉപകരണം മേടിച്ച് ഫോട്ടോ എടുത്ത് അതിൻ്റെ നമ്മുടെ ചെലവ് നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ നല്ല രീതിയിൽ അധ്വാനിക്കണം. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് കടന്നു. ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ ഒക്കെ ഒരു കാലത്ത് ഇതിലേക്ക് ഒരു ആളുകളുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടായി എന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. നമുക്കറിയാം, ഇന്ന് ഒരു ശരാശരി ഫോട്ടോഗ്രാഫർക്ക് ഇവിടെ നിലനിന്ന് പോകണമെങ്കിൽ നിരവധിയായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പറയുകയാണെങ്കിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കഴിവ് തെളിയിച്ച ഒരാളായിരിക്കണം, ഫോട്ടോഗ്രാഫിയിൽ അത്യാവശ്യം കഴിവുള്ള ഒരാളായിരിക്കണം. അങ്ങനെ നിരവധിയായ സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ഇന്ന് ഈ ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഫോട്ടോഗ്രാഫർക്ക് ഒരു അധിക വരുമാനം വേണമെങ്കിൽ നമ്മൾ പുതിയ വഴികൾ കൂടി തേടണം. ഒരു കാലത്ത് വെഡ്ഡിംഗ് കമ്പനികളൊക്കെ നല്ല രീതിയിൽ പോപ്പുലറായി വരികയും ഈ അടുത്ത കാലത്ത് അതിൻ്റെ ഒരു തള്ളിക്കയറ്റം കുറച്ച് കുറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രധാന കാരണം, പല സമയത്തും നമ്മൾ ഫോട്ടോഗ്രാഫർമാർ ഒരു ട്രെൻഡിന് പുറകെ പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ നമ്മൾ ഒരുപാട് സാച്ചുറേഷൻ കൂടിയ ഫോട്ടോകൾ എടുത്തു. അതിനുശേഷം നോൺ ലൈറ്റിംഗ് ഫാക്ടറി എന്നൊക്കെ സോഫ്റ്റ്വെയറുകളൊക്കെ വന്നപ്പോൾ അനാവശ്യമായിട്ട് ഫ്രെയിമിലേക്ക് ഇങ്ങനെ ഗ്ലെയറുകളൊക്കെ വരുത്തിക്കൊണ്ടുള്ള ഫോട്ടോകൾ എടുത്തു. പിന്നെ സാച്ചുറേഷൻ കുറച്ചിട്ട് ഫോട്ടോകൾ എടുത്തു തുടങ്ങി. പിന്നെ ടോൺ ചേഞ്ച് ചെയ്തിട്ട് ഫോട്ടോകൾ എടുത്തു തുടങ്ങി. നമുക്കറിയാം, കളർ ഗ്രേഡിങ്, കളർ കറക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ തെറ്റായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടൊക്കെ ഈ ഒരു ഫീൽഡിൽ ഒരു ട്രെൻഡ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ചില ട്രെൻഡുകളൊക്കെ ഇതിനകത്ത് വിജയിച്ചു. പക്ഷെ ചില ട്രെൻഡുകൾ ആ ഒരു ചെറിയ കാലഘട്ടത്തിന് ശേഷം ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം AI പഠിക്കുക എന്നതാണ്. എല്ലാവരും പറയും AI പഠിച്ചിട്ട് ഫോട്ടോഗ്രാഫിയിൽ ഇനി എന്താണ് കാര്യം? അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് AI പഠിക്കുകയും അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യലാണ് ഇനിയുള്ള ഫോട്ടോഗ്രാഫിയുടെ വളർച്ച. ഞാൻ പറയുമ്പോൾ പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണ വരും. ഞാൻ പറയുന്നു, AI സാങ്കേതികവിദ്യ നന്നായി പഠിക്കുകയും നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ AIയുടെ പ്രഭാവം കുറയ്ക്കുകയും ചെയ്യലാണ് ഇനി വരുന്ന ഒരു കുറച്ച് കാലഘട്ടമെങ്കിലും നമ്മുടെ ഫോട്ടോഗ്രാഫി നിലനിൽക്കണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം. അതായത് നമുക്കറിയാം, നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഒരുപക്ഷെ ഒരു ഇവൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഫാമിലി ഫോട്ടോ ആയിരിക്കാം. നമ്മൾ ഫോട്ടോയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഒരു ഇന്ത്യൻസിൻ്റെ ഒക്കെ ഒരു പ്രശ്നം, നമ്മൾ വല്ലാതെ കാൽപ്പനികതയിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ സിനിമയിലൊക്കെ നോക്കിയാൽ അറിയാം, ഒരു നായകനും നായികയും തമ്മിൽ കാണുന്നു, പിന്നെ ഉടൻ തന്നെ പാട്ട് ആരംഭിക്കുകയായി. ഒരു മായാലോകത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്ന കാണാം. നമുക്കറിയാം, ക്രിയേറ്റിവിറ്റി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഒരുപാട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു പോസ്റ്റ് വെഡിങ്ങിലോ അതല്ലെങ്കിൽ പ്രീ വെഡിങ്ങിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇത്തരം ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഫങ്ഷനാണ്. അവിടെ നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഫോട്ടോ എടുക്കാൻ. ഞാൻ പറയുന്നു, ഇതൊക്കെ പറയുമ്പോഴും ക്രിയേറ്റിവിറ്റീനെ മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. നമ്മളിൽ പല ഫോട്ടോഗ്രാഫർമാരും യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് ജസ്റ്റ് ക്രിയേറ്റിവിറ്റി മാത്രമാണ് ഇപ്പോൾ പിന്തുടരുന്നത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി എപ്പോഴും നമ്മൾ എടുക്കാൻ പോകുന്ന ആ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. നമുക്കറിയാം, നമ്മുടെ ചില ഫോട്ടോഗ്രാഫർമാർ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് പിന്നോട്ട് പോയിരുന്നു. അവർ
ഈ ഡിജിറ്റൽ ക്യാമറേൻ്റെ ഒക്കെ യുഗത്തിൽ ഇതൊന്നും ഇനി മുന്നോട്ട് വരില്ല, ഇതല്ല ശാശ്വതം എന്നൊക്കെയുള്ള രീതിയിൽ മാറി നിന്നവരാണ്. പിന്നെ ചില ആളുകൾ വിചാരിച്ചു നമുക്ക് പിന്തുടർന്ന് പിടിക്കാം, ആദ്യം ഇത് എവിടം വരെ എത്തുന്നു എന്നൊന്ന് മാറി നിന്ന് കാണട്ടെ, നമുക്ക് പിന്നാലെ വന്ന് ഇതിനെ പിന്തുടരാം എന്നൊക്കെ ചിന്തിച്ച ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ അത് തെറ്റുപറ്റിയെന്ന് മനസ്സിലാവുന്നത് കുറെ വൈകിട്ടാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവരൊന്നും നല്ല ഫോട്ടോഗ്രാഫർമാരല്ലാത്തതുകൊണ്ടല്ല, അവർ ടെക്നോളജീനെ പിന്തുടരാത്തതുകൊണ്ട് മാത്രമാണ്. ടെക്നോളജിയെ പിന്തുടർന്ന് പോകാൻ ഒരുപക്ഷെ താമസമെടുത്തവർ, അല്ലെങ്കിൽ അതിനെ സ്വായത്തമാക്കാൻ കഴിവില്ലാതെ പോയവർ, അവർക്കൊക്കെ ഇനി വരുന്ന കുറച്ച് നാളുകൾ നല്ല ഒരു അവസരമാണ് കാത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ യഥാർത്ഥമായ ഒരു ചിത്രം എടുക്കാൻ കഴിവുള്ള ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ഒരു അവസരമാണ്. അതായത് AI മാറുകയും യാഥാർത്ഥ്യമായ ഫോട്ടോകൾ ആവശ്യം വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ കേരളത്തിൽ നിരവധിയായ ഫോട്ടോഗ്രാഫർമാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം ഒരു 15,000-20,000 പേര് പ്രൊഫഷണലായി ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നല്ലൊരു ഫോട്ടോഗ്രാഫി ഏജൻസി ഇല്ലാത്തത്? നമുക്കറിയാം, ഫോട്ടോഗ്രാഫി ഒരു 1829കളിലൊക്കെ ഫോട്ടോഗ്രാഫി സജീവമായെങ്കിലും ഇന്ന് ഏഷ്യയിൽ ഏറ്റവും അധികം ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ള ഒരു സാച്ചുറേറ്റഡ് മേഖലയായി കേരളം മാറിയെങ്കിലും ടെക്നിക്കലി നല്ല അറിവുള്ള ഫോട്ടോഗ്രാഫർമാർ കേരളത്തിലുണ്ടെങ്കിലും ഇവരെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഒരു ഫോട്ടോഗ്രാഫി ഏജൻസിന്റെ ആവശ്യം എന്താണെന്ന് നമ്മുടെ ഈ അടുത്തിറങ്ങിയ ചില പരസ്യങ്ങൾ, നോട്ടീസ്, ബ്രോഷർ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു, അതിൻ്റെ അകത്ത് വിഷയം വളരെ നന്നായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിന് ചേർന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പലപ്പോഴും ആ ബ്രോഷറിലോ നോട്ടീസിലോ ഒന്നും നമ്മൾ കാണുന്നില്ല. നമുക്കറിയാമല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം കുട്ടികൾ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഫോട്ടോസ് ഉണ്ടാവും. പക്ഷേ അതിൽ ക്വാളിറ്റിയുള്ള ഫോട്ടോസ് വളരെ കുറവായിരിക്കും. അതല്ല എങ്കിൽ നമുക്ക് ആ കണ്ടന്റ് ഉപയോഗിക്കാനുള്ള അനുവാദം കിട്ടാറില്ല. അപ്പോൾ നമ്മുടെ ഫോട്ടോകൾ നമുക്ക് അനുവാദം കൊടുത്തുകൊണ്ട് വിൽക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഏജൻസി ഇവിടെ ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കേരളത്തിൽ നല്ല ഒരു ഫോട്ടോഗ്രാഫി ഏജൻസി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. വളരെ സന്തോഷം എന്ന് പറയട്ടെ, എഗാവോ അങ്ങനെ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. എഗാവോ കേരളത്തിലുള്ള ഫോട്ടോഗ്രാഫർമാരുടെ ഇടയിൽ ഒരു പഠനം നടത്തിക്കൊണ്ട് അവരെ പഠിച്ചുകൊണ്ട് ഒരു ഏജൻസി രൂപീകരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. കേരളത്തിലെ കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, കൊല്ലം ജില്ലകളിൽ ഒരു എക്സാം നടത്തി ക്വാളിറ്റിയുള്ള ഫോട്ടോഗ്രാഫർമാരെ കണ്ടെത്തി അവരെ ഈ ഏജൻസിയിലേക്ക് രജിസ്റ്റർ ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഒരു ഫോട്ടോഗ്രാഫി ഏജൻസിയിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ചിത്രങ്ങൾ ഓൺലൈൻ വഴി വിൽക്കാനുള്ള സൗകര്യമുണ്ടാകും. മാത്രമല്ല, ഇത്തരത്തിൽ ഫോട്ടോഗ്രാഫർമാരുടെ വിവിധ കഴിവുകളെ വെച്ചുകൊണ്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഫോട്ടോഗ്രാഫി ആവശ്യമായ ആളുകൾക്ക് അവരെ സോർട്ട് ചെയ്തെടുക്കാൻ വളരെ ഉപകാരമായിരിക്കും. ഇന്ന് പലപ്പോഴും ഇൻസ്റ്റാഗ്രാം വഴി അവർ ചെയ്ത ചിത്രങ്ങൾ കണ്ടിട്ടായിരിക്കും പല ആളുകളും ഒരു ഫോട്ടോഗ്രാഫറെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാം എന്ന ആ മാധ്യമം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാൾ മികച്ച ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് കൃത്യമായ നല്ല ഔട്ട്പുട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നില്ല. നല്ല കഴിവുള്ളവർ ഒരുപക്ഷെ ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഏജൻസിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു. ഏജൻസി വളരെ കാലികമായ രീതിയിലുള്ള എക്സാമുകൾ നടത്തുന്നു. എക്സാം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത്, എങ്ങനെയാണ് ഫോട്ടോവിൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചെയ്യുന്നത്, ഇതൊക്കെ പ്രത്യേകമായി നമ്മൾ പരിശോധിക്കും. ഒരുപക്ഷെ ഒരാൾക്ക് ഒരു ഇവൻറ്റ് ഫോട്ടോഗ്രാഫിയിലായിരിക്കും ശോഭിക്കാൻ പറ്റുക, ഒരാൾക്ക് ചിലപ്പോൾ ഫാഷൻ ഫോട്ടോഗ്രാഫിയിലായിരിക്കാം, ഒരാൾക്ക് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയിലായിരിക്കാം. അപ്പോൾ ഓരോ ആളുകളുടെയും കഴിവ് ഏതാണെന്ന് പ്രത്യേകം കാറ്റഗറി ചെയ്തുകൊണ്ട് നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കും. അപ്പോൾ കേരളത്തിലൊരു കസ്റ്റമർക്ക് എങ്ങനെയുള്ള ഒരു ഫോട്ടോഗ്രാഫറെയാണ് ആവശ്യം എന്ന് കണ്ട് അവരെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ സോണുകളായി തിരിച്ചുകൊണ്ട് ഓരോ സോണിലും ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർമാരെ കണ്ടെത്താൻ വേണ്ടി കഴിയും. ഫോട്ടോഗ്രാഫർമാരെയും വീഡിയോഗ്രാഫർമാരെയും.
അപ്പോൾ നമുക്ക് ആവശ്യമായ ഫോട്ടോഗ്രാഫർമാരുടെ സേവനം നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ഹയർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇതിൽ വലിയ ഒരു വിപ്ലവം വരാൻ വേണ്ടി പോകുന്നത്, നമ്മളിപ്പോൾ കേരളത്തിലെ വിവിധമായ ചാനലുകളുമായിട്ട് സംസാരിച്ചു, മാഗസിനുകളുമായിട്ട്, പത്രങ്ങളുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ചിത്രങ്ങളെ അവർ വാങ്ങാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, കോഴിക്കോട് നാളെ ഒരു പ്രോഗ്രാം നടക്കുന്നു. കോഴിക്കോടുള്ള 4 ഫോട്ടോഗ്രാഫർമാർ അവിടെ നിന്നും ആ ചിത്രമെടുത്ത് നമ്മുടെ ഏജൻസിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഏജൻസിയിൽ നിന്നും ഇത് നമ്മുടെ മീഡിയാസ് ബൈ ചെയ്യുന്നത് വഴി ആ ഫോട്ടോഗ്രാഫർക്ക് നല്ലൊരു റവന്യൂ ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ആദ്യ പോയിന്റ്. ഞാൻ രണ്ടാമത് പറഞ്ഞത്, നമുക്ക് ഒരു കസ്റ്റമർക്ക് എങ്ങനെയാണ് നല്ല ഒരു ഫോട്ടോഗ്രാഫറെ സോർട്ട് ചെയ്യുക എന്നുള്ള ലളിതമായ ഒരു പ്ലാറ്റ്ഫോമായി ഇത് മാറും. മറ്റൊന്ന്, നമുക്ക് ഒരു കൂട്ടായ രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശീലിക്കാനൊക്കെ സാധിക്കും. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിൻ്റെ മറ്റ് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനെ തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ടും ഇരിക്കുക. പല പല ഐഡിയാസിലൂടെ ആയിരിക്കും നമ്മളിതിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പം മടിച്ചു നിൽക്കാതെ നിങ്ങളെല്ലാവരും ഇതിനകത്തേക്ക് കടന്നു വരിക. പലപ്പോഴും നമ്മൾ ഫോട്ടോഗ്രാഫർമാർ സമയമായില്ല എന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇനിയും വരട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇനി അതല്ലെങ്കിൽ എനിക്കിതൊന്നും എത്തിപ്പെടാൻ പറ്റില്ല, എനിക്കിതിനൊന്നും കീഴടക്കാൻ വേണ്ടി പറ്റില്ല എന്ന് സ്വയം മനസ്സിലാക്കി പിൻവാങ്ങിപ്പോയ ഒരു കൂട്ടം ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അതുമല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് എത്ര കാലമാണ് പൊരുതുക എന്ന് കരുതി തൻ്റെ കയ്യിലുള്ള എല്ലാ അസ്ത്രങ്ങളും അവനാടിയിൽ തന്നെ വെച്ച് നിൽക്കുന്ന ചില ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പോൾ അത്തരം ഫോട്ടോഗ്രാഫേഴ്സിനെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ല കലാകാരന്മാരെ കണ്ടെത്താൻ വേണ്ടിയാണ് ഏകാവോ ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ ആ ശ്രമത്തിൽ നിങ്ങളും ഭാഗമാകുക. നിങ്ങളുടെ ഒരു അഡീഷണൽ വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഏജൻസിയെ ഉപയോഗപ്പെടുത്തുക. മറ്റുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് ലഭ്യമാവുന്നതാണ്.